വിജിലൻസിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന് റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ കോർവയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ലഹരി വിരുദ്ധ കായംകുളം, ശുചിത്വ കേരളം എന്നീ ആശയങ്ങൾ മുൻനിർത്തി പൊതുപരിപാടികൾ സംഘടിപ്പിക്കാനും തെരുവുനായ ശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. വിജിലൻസിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടന് റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ കോർവയുടെ നേതൃത്വത്തിൽ പുതിയിടം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി KV വസന്തരാജൻ സ്വാഗതം പറഞ്ഞു. വന്ന് ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ ലഹരിക്കെതിരെ കായംകുളത്ത് വ്യാപകമായ ഒരു ക്യാമ്പയിൻ ഉണ്ടായത്. റെസിഡൻസ് അസോസിയേഷനുകൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കിട്ടിയതും അദ്ദേഹം ഒരു ഡിവൈഎസ്പി എന്ന നിലയ്ക്കും അദ്ദേഹം കായംകുളം സ്വദേശി എന്ന നിലയ്ക്കും എൻ്റെ സംഘടനയുടെ പൊതുവായുള്ള ഒരു അഭിപ്രായം അനുസരിച്ച് കാര്യപ്രസക്തമായി അദ്ദേഹം പ്രവർത്തിച്ചു. എന്നാൽ സർക്കാരും അതുമായി ബന്ധപ്പെട്ട സംവിധാനത്തിന് കീഴിലല്ലേ പോലീസ് ഉദ്യോഗസ്ഥർ വരൂ. അവരുടെ തീരുമാനങ്ങൾ അനുസരിക്കാനും അതനുസരിച്ച് ചെയ്യാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുള്ളത് കൊണ്ട് ആ തീരുമാനം സർക്കാർ തീരുമാനിച്ചു. അദ്ദേഹത്തെ കായംകുളത്ത് കൊണ്ട് ഡിവൈഎസ്പി ആയിട്ട് ഇരുത്തു. ഇപ്പം മാറി. ഇനിയിപ്പോൾ 2028 റിട്ടയർമെൻറ്റ്. അതെ, 3 വർഷമുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റും അവസാനത്തെ 1 വർഷമെങ്കിലും കായംകുളത്ത് തിരിച്ച് ഈ ബാബുക്കുട്ടൻ സാറ് വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ തീരുമാനം പിന്നെ റെസിഡൻസ് അസോസിയേഷന് പ്രാതിനിധ്യവും പ്രാമുഖ്യവും തന്ന ഡിവൈഎസ്പി എന്ന നിലയ്ക്കും നാട്ടിലെ ആളുകൾക്ക് നമുക്കൊക്കെ ധൈര്യമായി ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന് നേരെ നീ ആരടാ എന്താണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കാൻ ധൈര്യം തന്ന ഡിവൈഎസ്പി എന്ന നിലയ്ക്കും സർക്കാരും അധികാരികളും ഈ ട്രാൻസ്ഫർ പുനഃപരിശോധിക്കണം എന്ന് ഒരാവശ്യം കോർവ ഇവിടെ പ്രമേയമായി പറയുകയാണ്. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും സ്വന്തം നാട്ടിൽ സർവീസ് ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തവരാണ്. കാരണം എല്ലാവരും പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ ആകുമ്പോൾ സ്വന്തം നാട്ടിൽ സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. പക്ഷേ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഇവിടെ വളരെ സുദീർഘമായ നിലയിൽ ആരുടെയും മുഖം നോക്കാതെ നീതിനിർവഹണത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി പെരുമാറിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. എന്നാൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് കൃത്യമായി കായംകുളത്ത് ഒരു ദിശാബോധം നമുക്ക് നൽകിയ ബഹുമാന്യായ ഡിവൈഎസ്പിയാണ് ശ്രീ ബാബുക്കുട്ടൻ സാറ്. അദ്ദേഹം ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകും. നമുക്ക് എല്ലാവർക്കും വളരെ പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് വളരെ പ്രാധാന്യം നൽകിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു യാത്രയയപ്പ് നൽകുവാൻ നമുക്ക് സാധിച്ചില്ല. ലഹരി വിരുദ്ധ കായംകുളം, ശുചിത്വ കേരളം എന്നീ ആശയങ്ങൾ മുൻനിർത്തി പൊതുപരിപാടികൾ സംഘടിപ്പിക്കാനും തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി അധികൃതരെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. സർവീസിൽ മമ്മൂട്ടി സിനിമ നടൻ മമ്മൂട്ടി പറഞ്ഞതുപോലെ ഞാനല്ല പ്രമുഖൻ, എന്നേക്കാൾ പിന്നിൽ വരുന്നവനാണ് എന്നേക്കാൾ പ്രമുഖൻ എന്ന് പറഞ്ഞതുപോലെ ഞാനല്ല, എന്നേക്കാൾ പിന്നിൽ വരുന്നവർ ഇതിനേക്കാൾ പ്രമുഖരും പ്രഗത്ഭരുമാണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും എങ്ങനെ അവരുടെ സഹായം നേടിയെടുക്കണമെന്നും വിചാരിക്കേണ്ടത് സംഘടനാ പ്രവർത്തകരാണ്. നമ്മുടെ ഈ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരുപാട് ആൻറ്റി സോഷ്യൽസ് ആക്രമണങ്ങൾ, ലഹരിക്കെതിരെയുള്ള ഇതെല്ലാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാം സഹകരണം ഉള്ളതുകൊണ്ടാണ്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ ഓടിയൊന്നും ആരും വരില്ല. പക്ഷേ ഞാനത് ഉൾക്കൊണ്ടതെന്ന് പറയുന്നത് ഇവിടെ സമുന്നയായാലും അതുപോലെ കോർവയായാലും ഈ റെസിഡൻസ് അസോസിയേഷനുകൾ നിങ്ങളുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തതാണ് ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്, പോലീസിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അപ്പം ഈ പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത് റെസിഡൻസ് അസോസിയേഷനുകളാണ് ആദ്യം കേൾക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കായംകുളത്തെയും അതുപോലെ തന്നെ ഹരിപ്പാട് മുതൽ ഇങ്ങോട്ടുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെ മീറ്റിങ്ങുകൾ ഞങ്ങൾ മാസം തോറും അല്ലെങ്കിൽ 2 മാസം ഇരിക്കുമ്പോഴെങ്കിലും ഞാൻ വിളിച്ചു കൂട്ടാറുണ്ട്. എന്തൊരു കാര്യം നമുക്ക് ചെയ്താലും ആളുകളുടെ സഹായവും അതുപോലെ തന്നെ സഹകരണവും വേണം എന്നുള്ളതുകൊണ്ട് പോലീസിനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു ജനകീയ പോലീസ്, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ജനകീയ പോലീസ് എന്ന് പറയുന്നത്. ഒരാളെ പണ്ട് പേടിപ്പിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗുണ്ടായിസം പോലത്തെ ഒരു പോലീസ് അല്ലിന്ന്. ഇന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ധൈര്യപൂർവ്വം ചെന്ന് പറയാൻ, അത് കേൾക്കാൻ, അതിനൊരു പരിഹാരം കാണാൻ
പറ്റുന്ന ഒരു പോലീസ് സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കോർവ വനിതാ വിഭാഗം മേഖലാ പ്രസിഡന്റായി ഗിരിജയെയും മറ്റ് ഭാരവാഹികളായ ഷീല ശശി, പുഷ്പമണി, കുൽസുമ, ഷാഹിദ എന്നിവരെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ മനോഹരൻ വാത്തിശ്ശേരിൽ, അബ്ദുൽ ലത്തീഫ്, ട്രഷറർ അബ്ദുൽ സത്താർ, വിവിധ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ സുകുമാരപിള്ള, ഷംസുദ്ദീൻ, അഷ്റഫ് പായിക്കാട്, സലിം, സുരേന്ദ്രൻ കണിമംഗലം, നിസാർ പൊന്നാരേത്ത്, ഹക്കിം മാളിയേക്കൽ, PS ബേബി, രവി നെയ്ശ്ശേരിൽ, PN രമേശൻ, മോനിക ആസീസ്, NK മുജിബ് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.